ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തെലുങ്കിൽ ഈ വർഷം പുറത്തിറങ്ങിയ ത്രിപുരാന്തക ബാർബറിക് എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഇതൊരു ഒന്നാന്തരം ക്രൈം ത്രില്ലർ സിനിമയാണെന്ന് പറയാം. ഈ സിനിമയുടെ വൺ ലൈൻ എന്തെന്നാൽ പാസ്റ്റ് പ്രസന്റ് എന്നിങ്ങനെ രണ്ട് കഥകൾ സമാന്തരമായി മുന്നോട്ട് പോകുന്നുണ്ടാവും. ഒരിടത്ത് ഈ രണ്ട് കഥകളും കൂടിച്ചേരുന്ന രീതിയിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു മുത്തശ്ശൻ തന്റെ പേരക്കുട്ടിയെ കാണാനില്ലെന്ന് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് രണ്ട് സുഹൃത്തുക്കളെ കാണിക്കുന്നു. രണ്ടുപേർക്കും ധാരാളം പണം ആവശ്യമുണ്ട്. അതിനായി അവർ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുന്നു. ഈ രണ്ട് കഥകളും ഒരു പ്രത്യേക ഘട്ടത്തിൽ കൂടിച്ചേരുന്നു. അങ്ങനെ കൂടിച്ചേരുന്നിടത്ത് ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ശ്യാം എന്നൊരു ഡോക്ടറെയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയെ കാണാതായിട്ടുണ്ട്. പരാതി നൽകാനായിട്ട് അദ്ദേഹം സ്റ്റേഷനിൽ വന്നിരിക്കുന്നുണ്ട്. ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ഇൻസ്പെക്ടർ മറ്റൊരു കേസിന്റെ തിരക്കിലാണ്. ഒരു പണക്കാരനായ മന്ത്രിയുടെ വീട്ടിലെ നായയെ കാണാതാവുന്നു. ആ നായയെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണമെന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. ശ്യാമിനെ പുറത്തിരുത്തുന്നു. അവിടെ ഇരുന്ന് ശ്യാം ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയുടെ പേര് നിധി എന്നാണ്. ശ്യാമിന് നാടകം വളരെ ഇഷ്ടമാണ്. അതിൽ ബാർബറിക് എന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. ആ കഥാപാത്രത്തിന്റെ നാടകം കാണാനാണ് അദ്ദേഹം പേരക്കുട്ടിയും കൂട്ടി വന്നിരിക്കുന്നത്. പേരക്കുട്ടിക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നു. മുത്തശ്ശ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ പോകുന്നുണ്ട്. എന്നാൽ അവൾ വരാൻ ഒരുപാട് വൈകുന്നു. അയ്യോ, പേരക്കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് കരുതി അദ്ദേഹം പരിഭ്രാന്തനാവുന്നുണ്ട്. അവളെ തേടി പുറത്തേക്ക് വരുന്നു. അപ്പോൾ പേരക്കുട്ടി, എന്താ മുത്തശ്ശ, പേടിച്ചു പോയോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിനടുത്തേക്ക് ഓടി വരുന്നു. നിന്നെ കാണാതായെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തകർന്നുപോയി എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടും ഇതിനാണോ നിങ്ങൾ വിഷമിക്കുന്നത് എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. നിന്റെ കാര്യമാകുമ്പോൾ എനിക്ക് വിഷമം വരും എന്ന് അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ നിധിയുടെ മാതാപിതാക്കൾ ഒരു അപകടത്തിൽ മരിച്ചുപോയതാണ്. ആ വിവരം കേട്ട് അദ്ദേഹം ഒരുപാട് വിഷമിച്ചിരുന്നു. അതിനുശേഷം പേരക്കുട്ടിയെ താൻ തന്നെ വളർത്തണമെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവളെ നല്ല രീതിയിൽ വളർത്താൻ തുടങ്ങിയിരുന്നു. അവൾക്ക് ഇപ്പോൾ ഏകദേശം 17 വയസ്സായി. അവളെ വളരെ നന്നായി നോക്കുന്നു എന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. അന്ന് ശ്യാമിന് ഒരു സെമിനാർ ഉണ്ട്. അതിനായി അദ്ദേഹം സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ്. അദ്ദേഹത്തിന് മറവി രോഗം ഉള്ളതുപോലെ തോന്നുന്നു. മുത്തശ്ശ, ഇത് മറന്നില്ലേ എന്ന് പറഞ്ഞ് പേരക്കുട്ടിയാണ് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അവളുടെ സ്കൂൾ ബസ് വരുന്നുണ്ട്. അവൾ യാത്ര പറഞ്ഞ് പോവാണ്. ഇപ്പോൾ ശ്യാമും സെമിനാറിന് എത്തുന്നു. ഭയം എന്നത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മനസ്സിൽ നിന്ന് ആ ഭയത്തെ എടുത്തു മാറ്റണം എന്ന് അദ്ദേഹം പറയുന്നു. ഒരാൾക്ക് ഇരുട്ടിനെ ഭയമാണ്. ഞാൻ നിങ്ങളുടെ ഭയം മാറ്റാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. VR ഗ്ലാസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ഗ്ലാസ് വെപ്പിക്കുന്നു. ഇരുട്ടിൽ ഒരു കാട്ടിലൂടെ പോകുന്നത് പോലുള്ള വീഡിയോ ആണ് ആ ഗ്ലാസ് കാണിക്കുന്നത്. ഇത് കാണുന്നയാൾക്ക് വളരെ ഭയം തോന്നുന്നു. ഭയപ്പെടേണ്ട, നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഞാനൊരു ആയുധം തരാം എന്ന് പറഞ്ഞ് ഒരു വടി കയ്യിൽ കൊടുക്കുന്നു. ആ വടി കിട്ടിയ ഉടനെ അയാളുടെ ഭയം കുറയുന്നു. അയാൾ കുറച്ച് ഭയത്തോടെ മുന്നോട്ട് നടക്കുന്നു. നിൽക്ക്, വടിക്ക് പകരം ഞാനൊരു വാൾ തരാം, നിങ്ങൾക്ക് കൂടുതൽ ധൈര്യം വരും എന്ന് പറഞ്ഞ് വാൾ കൊടുക്കുന്നു. പക്ഷെ വാൾ കൊടുത്തിട്ടുണ്ടാവില്ല. അതേ വടി തന്നെയായിരിക്കും വീണ്ടും കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ തന്റെ കയ്യിൽ വാളാണുള്ളതെന്ന് കരുതി അയാൾ കൂടുതൽ ധൈര്യത്തോടെ നടക്കാൻ തുടങ്ങുന്നു. കണ്ടില്ലേ, രണ്ടാമതും ഞാൻ വടിയാണ് തന്നത്, പക്ഷെ മുൻപത്തേക്കാൾ ധൈര്യത്തോടെ നിങ്ങൾ നടന്നു. കയ്യിൽ വാളുണ്ടെന്ന ധൈര്യം നിങ്ങൾക്ക് കിട്ടി. ഈ ഭയം എന്നത് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ ഭയത്തെ എളുപ്പത്തിൽ നമുക്ക് തകർത്ത് പുറത്തു വരാം എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. കേൾക്കുന്നവരെല്ലാം കൈയടിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു. സ്കൂൾ കഴിഞ്ഞ് ഇപ്പോഴും പേരക്കുട്ടി ട്യൂഷന് പോകുന്നതാണ്. ഇനിയും വീട്ടിൽ വരാത്തതുകൊണ്ട് അദ്ദേഹം ട്യൂഷനിലേക്ക് വിളിക്കുന്നു. അപ്പോൾ അവൾ ട്യൂഷന് വന്നില്ലെന്ന് അവർ പറയുന്നുണ്ട്. അവൾ ട്യൂഷന് വന്നില്ലേ എന്നോർത്ത് അദ്ദേഹം ഞെട്ടുന്നു. നിധിയുടെ കൂട്ടുകാരെ വിളിച്ചു ചോദിക്കുമ്പോൾ അറിയില്ലല്ലോ മുത്തശ്ശ എന്ന് ആ കുട്ടി പറയുന്നു. അപ്പോൾ പേരക്കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് പ്രസന്റിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്. ഇപ്പോൾ കഥ പ്രസന്റിലേക്ക് വരുന്നു. ഒരു കോൺസ്റ്റബിളിനെ എല്ലാവരും ചേർന്ന് താങ്ങിയെടുത്തുകൊണ്ട് വരുന്നു. ഈ കോൺസ്റ്റബിളിന്റെ പേര് സത്യ എന്നാണ്. ഒരു മൃതദേഹം കണ്ട് തലകറങ്ങി വീണതാണ്. ഒരു പോലീസുകാരനായിട്ട് ഇതിനാണോ തലകറങ്ങി വീഴുന്നത് എന്ന് എല്ലാവരും വഴക്ക് പറയുന്നു. ഇൻസ്പെക്ടർ ആ നായയെ അന്വേഷിക്കാൻ എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. സത്യ മാത്രമാണ് അപ്പോൾ അവിടെയുള്ളത്. അപ്പോഴാണ് ശ്യാമിനോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നത്. ശ്യാമും പേരക്കുട്ടിയെ കാണാനില്ലെന്ന കാര്യം പറയുന്നു. പേരക്കുട്ടിക്ക് എത്ര വയസ്സാണെന്ന് ചോദിക്കുമ്പോൾ 17 വയസ്സായെന്ന് അദ്ദേഹം പറയുന്നു. 17 വയസ്സല്ലേ, വല്ല പ്രണയമോ മറ്റോ ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് മുത്തശ്ശൻ പറയുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടികൾ നമുക്ക് എപ്പോഴും ചെറിയ കുട്ടികളായിട്ടേ തോന്നുന്നു സാർ. അതുകൊണ്ട് പ്രണയിക്കാനും സാധ്യതയുണ്ട്. ഞാനൊരു കോൺസ്റ്റബിളിനെ കൂടെ അയക്കാം എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. സത്യ എന്ന ആ ഭയമുള്ള കോൺസ്റ്റബിളിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ ഒരു കാര്യം കാണുന്നു. അത് മറ്റൊന്നുമല്ല, പേരക്കുട്ടിയുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്. ആ വാച്ച് ഫോണുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫോൺ ഇപ്പോൾ മുത്തശ്ശന്റെ കയ്യിലുണ്ട്. ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് സത്യയോട് ചോദിക്കുന്നു. സർ, തീർച്ചയായിട്ടും പറ്റുമെന്ന് പറഞ്ഞ് അയാൾ ടെക്നിക്കൽ ടീമിലെ ആളോട് സംസാരിക്കാൻ പോകുന്നു. അയാൾ ലൊക്കേഷൻ കണ്ടെത്തി കൊടുക്കാൻ തുടങ്ങുന്നു. ഇനി 15 ദിവസം മുൻപ് നടന്ന കാര്യങ്ങൾ കാണിക്കുന്നു. രണ്ട് സുഹൃത്തുക്കളെ നമുക്ക് കാണാം. ഒരാളുടെ പേര് റാം, മറ്റൊരാളുടെ പേര് രവി. ഈ രവി മൊട്ട രാജേന്ദ്രന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. അയാൾ നിയമവിരുദ്ധമായ ബിസിനസ്സുകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നായയെ കൊടുത്ത് ഇതിനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം എന്ന് രവിയോട് പറയുന്നു. ഈ രവി മൊട്ട രാജേന്ദ്രന് 30 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. നിനക്ക് ആ പണം തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതിനു പകരം നിന്റെ അമ്മായിയുമായി ഒരു മീറ്റിംഗ്
മീറ്റിംഗ് സെറ്റ് ചെയ്താൽ മതി. മീറ്റിംഗ് നന്നായി നടന്നാൽ ആ പണം തരേണ്ടതില്ല എന്ന് അയാൾ പറയുന്നു. രവിയും ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. നായയും കൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നു. സത്യവും ശ്യാമും ചേർന്ന് ആ ലൊക്കേഷൻ കാണിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അതൊരു വീടാണ്. ആ വീട്ടിലുള്ള ആളോട് ആ പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്ക് അറിയില്ല എന്ന് അയാൾ പറയുന്നു. അപ്പോൾ അകത്തു നിന്ന് ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നു. ശ്യാം വേഗത്തിൽ അകത്തേക്ക് കയറി നോക്കുന്നുണ്ട്. അവിടെ ആ വ്യക്തിയുടെ കുടുംബം ഇരുന്ന് ചിക്കൻ കഴിക്കുകയാണ്. അപ്പോൾ തങ്ങൾക്ക് തെറ്റ് പറ്റിയതാണെന്ന് കരുതി അദ്ദേഹം പുറത്തേക്ക് വരുന്നു. വാച്ചിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതെ സാർ, താഴെ കിടന്ന് കിട്ടിയതാണ് എന്ന് അയാൾ പറയുന്നു. എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ അയാൾ ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. ഇനി പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ കാണിക്കുന്നു. രവി ഒരു നായയെ വാങ്ങിയല്ലോ. അതിന്റെ ചെയിനിൽ കഞ്ചാവ് പൊതിയുണ്ട്. അത് മറ്റൊരാൾക്ക് കൈമാറുന്നു. ഇത് സമർത്ഥമായി ചെയ്യാനാണ് അവർ ഈ തന്ത്രം ഉപയോഗിക്കുന്നത്. രവിക്ക് ചൂതാട്ടം ഒരു ഭ്രാന്താണ്. ഇപ്പോൾ സുഹൃത്തായ റാമിനെയും കൂട്ടി ചൂതാട്ടം കളിക്കാൻ വരുന്നു. അവന്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. അത് വർദ്ധിപ്പിക്കാമെന്ന് കരുതി കളിക്കുന്നുണ്ട്. എന്നാൽ കളിച്ച പണമെല്ലാം നഷ്ടപ്പെടുന്നു. ഓഹോ, ഇങ്ങനെ പണം കളഞ്ഞാണോ നീ അവൻ 30,00,000 രൂപ കടം വരുത്തി വെച്ചത് എന്ന് സുഹൃത്ത് റാം ചോദിക്കുന്നു. അതേടാ, എന്തെങ്കിലും എനിക്കൊരു ഭാഗ്യം വരും, അപ്പോൾ ഞാൻ ഈ കടം വീട്ടും എന്ന് രവി പറയുന്നു. വീണ്ടും ശ്യാമിനെയും സത്യയും കാണിക്കുന്നു. ആ വ്യക്തി ഇവിടെ നിന്നാണ് വാച്ച് കിട്ടിയത് എന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അവർ ആ സ്ഥലം ചുറ്റിപ്പറ്റി നോക്കുന്നുണ്ട്. അവിടെ ഒരു CCTV ഉള്ളതായി കാണുന്നു. ശ്യാം ആ CCTV ഫുട്ടേജ് എടുക്കണമെന്ന് പറയുന്നു. ശരി സാർ, എടുക്കാമെന്ന് സത്യയും സമ്മതിക്കുന്നു. രവിയുടെ കൂടെ റാം എന്നൊരാളെ കാണിച്ചില്ലേ, അയാൾ ഒരു പ്രധാന കഥാപാത്രമാണ്. ഇപ്പോൾ ടാക്സി ഓടിക്കുകയാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി ഒരു കൺസൾട്ടൻസിക്കാരനോട് സംസാരിക്കാൻ വരുന്നു. ഒരുപാട് ചെലവാകും, 25 ലക്ഷം രൂപ വരെ ആകും എന്ന് കൺസൾട്ടൻസിക്കാരൻ പറയുന്നു. ആ പെൺകുട്ടിയോട് പോയി വിവരങ്ങൾ ചോദിക്കുക പറഞ്ഞ് അയക്കുന്നു. അയാൾ വാതിൽ തുറന്നപ്പോൾ അറിയാതെ ആ പെൺകുട്ടിയുടെ തലയിൽ ഇടിക്കുന്നു. ആ പെൺകുട്ടിയുടെ പേര് പ്രിയ. പ്രിയയെ കണ്ട ഉടനെ റാമിന് അവളെ ഇഷ്ടപ്പെടുന്നു. പ്രിയയോടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഏകദേശം 25 ലക്ഷം രൂപയാകും. നിങ്ങൾ അഡ്വാൻസ് തന്നാൽ ഞങ്ങൾ ജോലി തുടങ്ങാം എന്ന് ആ പെൺകുട്ടിയും പറയുന്നു. ഇപ്പോൾ പത്മ എന്നൊരു സ്ത്രീയെ കാണിക്കുന്നു. അവരുടെ കയ്യിൽ 30 വണ്ടികളുണ്ട്. അത് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അവർ കണക്കുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സഹോദരന്റെ മകനാണ് ഈ രവി. രവി അമ്മായിയെ കാണാൻ വരുന്നു. രവി മൊട്ട രാജേന്ദ്രന്റെ കൂടെ ജോലി ചെയ്യുന്നത് അമ്മായിക്ക് അറിയില്ല. അമ്മായി മകളെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ രവിയെ ഏൽപ്പിക്കുന്നു. രവിയും പത്മയുടെ മകളും പ്രണയത്തിലാണ്. പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് അമ്മായി വിചാരിക്കുന്നു. ഈ കടത്തിന്റെ പ്രശ്നം പുറത്തറിയരുത്, അറിഞ്ഞാൽ കല്യാണം മുടങ്ങുമെന്ന് രവിയും വിചാരിക്കുന്നു. റാം ടാക്സി ഓടിക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. പ്രിയ ടാക്സിക്കായി കാത്തിരിക്കുമ്പോൾ റാം അവളെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഇറക്കി വിടുന്ന സ്ഥലത്ത് വെച്ച് പണം വേണ്ടെന്ന് പറയുന്നു. ഞാനൊരു സഹായം ചെയ്താൽ തിരിച്ച് നിങ്ങളും ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? എനിക്ക് 25 ലക്ഷം രൂപയൊന്നും ചെലവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ പണം വെച്ചോളൂ എന്ന് പറഞ്ഞ് അവൾ പണം കൊടുത്തിട്ട് പോകുന്നു. ഇതിലൂടെ അവർക്കിടയിൽ ചെറിയൊരു പരിചയം ഉടലെടുക്കുന്നു. അവർ ഇടയ്ക്കിടെ കാണുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവർ പ്രണയത്തിലാവുന്നു. റാം അമ്മയ്ക്ക് പ്രിയയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഒരു ദിവസം പ്രിയയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ റാം വരുന്നുണ്ട്. പ്രിയ തല തോർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാം പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിച്ച് റൊമാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് അവൾ അവന്റെ കരണത്തൊരടി കൊടുത്തിട്ട് മുറിയിൽ പോയി കരയുന്നു. താൻ തിടുക്കത്തിൽ തെറ്റ് ചെയ്തെന്ന് അവനും ചിന്തിക്കുന്നു. എന്നോട് ക്ഷമിക്ക് എന്ന് അവൻ പറയുന്നു. അപ്പോൾ അവളുടെ മനസ്സിലൂടെ പോകുന്ന ഒരു കാര്യം നമ്മളെ കാണിക്കുന്നു. അവൾക്ക് 14-15 വയസ്സുള്ളപ്പോൾ അവരുടെ അമ്മ അവളോട് മോശമായി പെരുമാറിയിരുന്നു. അതെല്ലാം അവൾക്ക് സ്വപ്നം പോലെ വരുന്നുണ്ട്. അവൾ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്നു. എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഡോക്ടറുടെ അടുത്ത് ചികിത്സയിലാണ് എന്ന് വിഷമത്തോടെ പറയുന്നു. ഞാൻ ചെയ്തത് തെറ്റാണ്, സോറി എന്ന് പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിക്കുന്നു. CCTV പരിശോധിച്ചപ്പോൾ ഒരു ഒമ്നി വാനിൽ വന്ന സംഘമാണ് നിധിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് അവർക്ക് മനസ്സിലായി. ആ സംഘത്തെ പിടികൂടുന്നു. ആ പെൺകുട്ടി എവിടെയെന്ന് ചോദിച്ച് അവരെ അടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. അവൻ പകൽ സമയത്ത് ആ പെൺകുട്ടിയെ കണ്ടിരുന്നു. അവൾ ഒരു പയ്യന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് കണ്ടു. അവളെ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടു പോകണമെന്ന് അവർ പദ്ധതിയിടുന്നു. രാത്രി ഒരു സ്ഥലത്ത് അവളും ആ പയ്യനും മഴ കാരണം ഒതുങ്ങി നിൽക്കാണ്. ആ സമയത്ത് ദേവ് എന്ന പയ്യൻ അവളെ ചുംബിക്കുന്നു. അവൾ ദേഷ്യത്തിൽ അവനെ അടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇതാണ് ശരിയായ സമയമെന്ന് കരുതി ആ സംഘം അവളെ തട്ടിക്കൊണ്ടുപോകുന്നു. അവളോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ പെൺകുട്ടി ഒരു ഘട്ടത്തിൽ അവരെ എല്ലാവരെയും തള്ളി മാറ്റി കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഇതാണ് നടന്നത്. അതിനുശേഷം ആ പെൺകുട്ടി എവിടെ പോയെന്ന് അറിയില്ല എന്നവർ പറയുന്നു. നിധിയുടെ കൂടെ ആ പയ്യൻ ഉണ്ടായിരുന്നുവെന്ന് ആ സംഘം പറഞ്ഞല്ലോ. ആ പയ്യന്റെ അടയാളങ്ങൾ ശ്യാം ചോദിക്കുന്നുണ്ട്. അവനെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു, അതേ സ്കൂളിലാണോ പഠിക്കുന്നത് എന്നെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. ഇത് വെച്ച് അന്വേഷിക്കാമെന്ന് കരുതി ശ്യാം നിധിയുടെ ഒരു കൂട്ടുകാരിയെ വിളിച്ച് ചോദിക്കുന്നു. അവൾ ആരെങ്കിലും പ്രണയിച്ചിരുന്നുവോ എന്നെല്ലാം ചോദിക്കുന്നു. ഇല്ല മുത്തശ്ശ, അങ്ങനെയൊന്നുമില്ല എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ആ കുട്ടിക്ക് അറിയില്ലെന്ന് കരുതി അദ്ദേഹം കോള് കട്ട് ചെയ്യുന്നു. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം എന്ന് സത്യ പറയുന്നു. ആ സംഘത്തിന്റെ കയ്യിൽ നിന്നാണ് കുട്ടിയുടെ ബാഗ് കിട്ടിയത്. അത് ശ്യാമിന് കൊടുക്കുന്നു. അദ്ദേഹം വിഷമത്തോടെ വീട്ടിലേക്ക് വരുന്നു. എപ്പോഴാണ് പേരക്കുട്ടിയെ കിട്ടുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധി ആരോടോ പേടിച്ച് ഓടുന്നതും അപ്പോൾ മുത്തശ്ശൻ ഇഷ്ടപ്പെട്ട ബാർബറിക് എന്ന കഥാപാത്രം വന്ന് അവളെ രക്ഷിക്കുന്നതും വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നതെല്ലാം അദ്ദേഹത്തിന് സ്വപ്നം പോലെ തോന്നുന്നു.
പക്ഷേ അതെല്ലാം സ്വപ്നമായിരുന്നു. അപ്പോഴാണ് ബാഗ് പരിശോധിക്കാൻ തുടങ്ങുന്നത്. അതിൽ ബാർബറിക്കിന്റെ ഒരു പുസ്തകം കാണുന്നു. ഈ പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നു. അദ്ദേഹം നാടകം കാണാൻ പോയപ്പോൾ പുറത്തെ പുസ്തകങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ ഈ പുസ്തകമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. ഇല്ല സർ, അത് സ്റ്റോക്കില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. എനിക്ക് ആ പുസ്തകം വളരെ ഇഷ്ടമാണ് എന്ന് അദ്ദേഹം പേരക്കുട്ടിയോട് പറഞ്ഞിരുന്നു. വിഷമിക്കേണ്ട മുത്തശ്ശ, ഞാൻ ഗിഫ്റ്റ് തരാം എന്ന് പേരക്കുട്ടി പറഞ്ഞിരുന്നു. തനിക്ക് വേണ്ടിയാണ് അവൾ അത് വാങ്ങിയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് നോക്കുന്നുണ്ട്. അവിടെ പോയി അന്വേഷിച്ചാൽ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് കരുതി കോൺസ്റ്റബിളിനെ വിളിച്ച് പറയുന്നു. ഇപ്പോൾ മൊട്ട രാജേന്ദ്രൻ പത്മയെ കാണാൻ വന്നിരിക്കുകയാണ്. തന്റെ ബിസിനസ്സിന് പത്മയുടെ കാറുകൾ ഉപയോഗിച്ചാൽ ധാരാളം പണം സമ്പാദിക്കാമെന്ന് പറയുന്നു. പക്ഷെ പത്മയ്ക്ക് ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇഷ്ടമല്ല. ആദ്യം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. അയാൾ നിശബ്ദനായി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്റെ മരുമകനെയും വഴക്ക് പറയുന്നു. നീ എന്തിനാണ് അവന്റെ കൂടെ ജോലിക്ക് പോകുന്നത്? ഇനി അവന്റെ കൂടെ ജോലിക്ക് പോകരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും പ്രിയയുടെ കോൾ വരുന്നുണ്ട്. എപ്പോഴാണ് അഡ്വാൻസ് തരികയെന്ന് ചോദിക്കുന്നു. റാമിന്റെ കയ്യിൽ പണമില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ വിഷമിക്കുകയാണ്. പെട്ടെന്ന് റെഡിയാക്കാമെന്ന് അവളോട് പറയുന്നുണ്ട്. സുഹൃത്ത് വിളിച്ചതുകൊണ്ട് അവനെ കാണാൻ പോകുന്നു. സുഹൃത്ത് വിഷമത്തിലാണ്. മീറ്റിംഗ് ശരിയാകാത്തതുകൊണ്ട് മൊട്ട രാജേന്ദ്രൻ 30 ലക്ഷം രൂപ പെട്ടെന്ന് തന്നില്ലെങ്കിൽ അമ്മായിയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് 30 ലക്ഷം വേണം. എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്യാമോ? ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യാമോ എന്നെല്ലാം രവി ചോദിക്കുന്നുണ്ട്. പക്ഷേ റാമിന് അതിൽ താല്പര്യമില്ല. റാം അത് ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പോകുന്നു. ശ്യാമും സത്യയും ചേർന്ന് ആ കടയിൽ വരുന്നുണ്ട്. CCTV ഫുട്ടേജ് കാണണമെന്ന് പറയുന്നു. കടക്കാരൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് ആ പയ്യന്റെ ഫോട്ടോ അവർക്ക് കിട്ടുന്നു. ഫോട്ടോ വഴി അവന്റെ പേര് ദേവ് എന്നാണെന്ന് മനസ്സിലാവുന്നു. അവന്റെ വീട്ടിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. റാമിന്റെ കാറിൽ ഒരാൾ വരുന്നുണ്ട്. അയാളുടെ വീട്ടിൽ 10 ലക്ഷം രൂപയുണ്ടെന്ന് ഹിന്ദിയിൽ സംസാരിക്കുന്നു. ഡ്രൈവർക്ക് മനസ്സിലാകില്ലെന്ന് കരുതിയാണ് അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ റാമിന് ഹിന്ദി അറിയാം. അയാളുടെ വീട്ടിൽ 10 ലക്ഷം രൂപയുണ്ടെന്നും അതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്നും അവൻ പദ്ധതിയിടുന്നു. ശ്യാം ദേവിനെ കാണാൻ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. ദേവ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ഗ്രൂപ്പ് സ്റ്റഡിക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുന്നു. ദേവിനെ ഒന്ന് വിളിക്കാമോ എന്ന് ശ്യാം ചോദിക്കുന്നുണ്ട്. അച്ഛൻ അവനെ വിളിക്കുന്നുണ്ട്. ദേവ് കൂട്ടുകാരന്റെ വീട്ടിലാണ്. അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. അവിടെ ഒരു പെൺകുട്ടി കിടക്കുന്നതായും നമ്മളെ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് നിധി ആയിരിക്കുമോ എന്നറിയില്ല. അച്ഛൻ വിളിച്ചിട്ട് മകൻ ഫോൺ എടുക്കുന്നില്ല. അടുത്താണ് ആ സ്ഥലം, നമുക്ക് നേരിട്ട് പോയി നോക്കാം എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അവരും അങ്ങോട്ട് പോകുന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ദേവിനും കൂട്ടുകാർക്കും ഭയം തോന്നുന്നു. ആരാണ് വന്നതെന്ന് അവർ പേടിക്കുന്നു. അവിടെ കിടക്കുന്നത് പെൺകുട്ടിയല്ല, അവരുടെ ഒരു സുഹൃത്തായ ആൺകുട്ടിയാണ്. അവന്റെ കാലാണ് പെൺകുട്ടിയുടെ കാല് പോലെ തോന്നിയത്. അവർ വാതിൽക്കൽ വരുന്നു. അച്ഛൻ എന്താ ഇവിടെ എന്ന് ദേവ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാം അങ്ങോട്ടേക്ക് വരുന്നു. എന്റെ പേരക്കുട്ടി എവിടെ എന്ന് ശ്യാം ചോദിക്കുന്നുണ്ട്. ദേവ് അവിടെ നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. നിധി അന്ന് വാനിൽ വരാതെ അവന്റെ കൂടെ ബൈക്കിലാണ് വന്നത്. മുത്തശ്ശന് പുസ്തകം വാങ്ങാനായി അവർ പുസ്തകം വാങ്ങി. രാത്രി മഴ പെയ്തപ്പോൾ അവർ ഒരിടത്ത് കയറി നിൽക്കുന്നു. അവിടെ വെച്ച് ദേവ് അവളെ ചുംബിച്ചു. അതോടെ അവൾ ദേഷ്യത്തിൽ അവനെ അടിച്ച് അവിടെ നിന്ന് പോയി. ഇതാണ് നടന്നത് എന്ന് അവൻ പറയുന്നു. അവളെ ആളുകൾ തട്ടിക്കൊണ്ടുപോയത് അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവൻ ബൈക്കിൽ വരുമ്പോൾ അവൾ മറ്റൊരു സ്ഥലത്തോടെ ഓടിപ്പോയി ഒരു ടാക്സിയിൽ കയറുന്നത് കണ്ടിരുന്നു. ടാക്സിയിലാണോ കയറിയത്? ആ ടാക്സിയുടെ നമ്പർ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇരുട്ടിൽ നമ്പർ ശ്രദ്ധിച്ചില്ല എന്നവൻ പറയുന്നു. ഈ സമയം റാമും രവിയും ചേർന്ന് കബളിപ്പിച്ച് ആ 10 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ പദ്ധതിയിടുന്നു. അതിനായി ഒരു നല്ല ഐഡിയ ഉപയോഗിക്കുന്നു. എതിർവശത്തുള്ള ബിൽഡിംഗിൽ നിന്ന് ലേസർ ലൈറ്റ് അടിക്കുന്നുണ്ട്. ഗൺ പോയിന്റിൽ നിങ്ങളെ ലോക്ക് ചെയ്തിരിക്കുകയാണ്, പണം തന്നില്ലെങ്കിൽ ഷൂട്ട് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അയാൾ അത് ശരിക്കുള്ള തോക്കാണെന്ന് കരുതി ഭയപ്പെടുന്നു. എന്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, തരാമെന്ന് പറഞ്ഞ് പണം എറിഞ്ഞു കൊടുക്കുന്നു. അവർ ആ പണം എടുക്കുന്നുണ്ട്. ദേവ് കാറിന്റെ നമ്പർ കണ്ടില്ലെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ എന്തോ ഓർത്തുകൊണ്ട് വിളിച്ചു പറയുന്നു. ആ കാറിന്റെ പിന്നിൽ ബൈസൺ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു എന്ന് പറയുന്നു. അവർ വരുമ്പോൾ മുന്നിൽ പോകുന്ന ഒരു കാറിൽ ബൈസൺ സ്റ്റിക്കർ കാണുന്നു. ആ കാറായിരിക്കുമോ എന്ന് കരുതി ശ്യാം വേഗത്തിൽ പോയി നോക്കുന്നുണ്ട്. പക്ഷെ ആ ഭാഗത്ത് പോകുന്ന 2-3 കാറുകളിലും അതേ സ്റ്റിക്കർ ഉണ്ട്. ഒരുപാട് കാറുകൾക്ക് ആ സ്റ്റിക്കർ ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ ആശയക്കുഴപ്പത്തിലാവുന്നു. രവിക്കും റാമിനും 10 ലക്ഷം രൂപ കിട്ടിയല്ലോ, അത് അവർ തുല്യമായി പങ്കുവയ്ക്കുന്നു. രവി ചൂതാട്ടം കളിക്കാൻ പോകുന്നു. അത് വർദ്ധിപ്പിക്കാമെന്ന് കരുതുന്നു. പക്ഷെ 5 ലക്ഷം രൂപയും നഷ്ടപ്പെടുന്നു. റാം ആകട്ടെ അഡ്വാൻസ് ആയി 5 ലക്ഷം രൂപ കൊടുക്കുന്നു. ഇനി 20 ലക്ഷം കൂടി തന്നാൽ നിന്നെ വിദേശത്തേക്ക് അയക്കുന്നത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് അവിടുത്തെ ആൾ പറയുന്നു. മൊട്ട രാജേന്ദ്രൻ രവിയുടെ അമ്മായിയോട് കാര്യം പറയാൻ വരുന്നു. അവൻ 5 ലക്ഷം രൂപ തന്നിട്ടുണ്ടല്ലോ, കുറച്ച് സമയം കൊടുക്ക് എന്ന് റാം പറയുന്നു. അവൻ 5 ലക്ഷം രൂപ തന്നെന്നോ? ഒരു പൈസ പോലും തന്നിട്ടില്ല. മര്യാദക്ക് 2 ദിവസത്തിനുള്ളിൽ പണം തന്നില്ലെങ്കിൽ പിന്നെ കാണാം എന്ന് മൊട്ട രാജേന്ദ്രൻ മുന്നറിയിപ്പ് കൊടുക്കുന്നു. അടപ്പാവി, 5 ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ സമയം കിട്ടുമായിരുന്നല്ലോ, എന്തിനാടാ കൊടുക്കാതിരുന്നത് എന്ന് റാം രവിയെ വഴക്ക് പറയുന്നു. ശ്യാമിന്റെ കഥ നടക്കുന്ന അതേ ടൈം ലൈനിലേക്ക് ഇവരുടെ കഥയും എത്തുന്നു. അവർ എപ്പോഴും കാണുന്ന ഒരു രഹസ്യ സ്ഥലത്തേക്ക് റാം ഒരു പെട്ടിയുമായി വരുന്നു. ആ പെട്ടിക്കുള്ളിൽ ഒരു നായയുണ്ട്. ഇത് മന്ത്രിയുടെ നായയാണ്. മന്ത്രിയുടെ പേരക്കുട്ടി ഈ നായില്ലെങ്കിൽ ഭക്ഷണം പോലും കഴിക്കില്ല. അതുകൊണ്ട് താൻ ഈ നായയെ തട്ടിയെടുത്തു. ഇതിലൂടെ നമുക്ക് വേണ്ട പണം ഉണ്ടാക്കാം എന്ന് റാം പറയുന്നു. അവർ മന്ത്രിയുടെ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറയുന്നു. മന്ത്രി പണം തരാമെന്ന് പറഞ്ഞ് അവരെ കൊടുക്കാൻ പദ്ധതിയിടുന്നു. അവർ പണം കൈമാറാൻ ഒരിടത്തേക്ക് വരുന്നു. അതേ ദിവസം രാത്രി ഒരു അജ്ഞാതൻ ശ്മശാനത്തിലേക്ക് വരുന്നു. ഒരു മൃതദേഹം ദഹിപ്പിക്കണം, ഇതാ പണം എന്ന് പറഞ്ഞ് ധാരാളം പണം കൊടുക്കുന്നു. ഒരു സ്കൂൾ കുട്ടിയുടെ മൃതദേഹമാണ് അയാൾ കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഇത് നിധി ആയിരിക്കുമോ എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല.
മന്ത്രിയുടെ ആളുകളും ഇൻസ്പെക്ടറുടെ ആളുകളും ഭീഷണിപ്പെടുത്തുന്നവരെ പിടിക്കാൻ പദ്ധതിയിടുന്നു. ഇവിടെയും റാമും രവിയും ലേസർ ഐഡിയ ഉപയോഗിക്കുന്നു. അടുത്തേക്ക് വന്നാൽ അപകടമാണെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവർ ആദ്യം നായയെ കൊടുക്കുന്നു, എന്നിട്ട് ബാഗ് വാങ്ങാമെന്ന് കരുതുന്നു. പക്ഷെ അവർ ബാഗ് കൊടുക്കാതെ കബളിപ്പിക്കുകയാണ്. റാമും രവിയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ആ അജ്ഞാതൻ ആരാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. കൊണ്ടുവന്നത് നിധിയെ തന്നെയാണെന്ന് മനസ്സിലാവുന്നു. ആ അജ്ഞാതൻ മറ്റാരുമല്ല, രവിയാണ്. രവി വേഗം ആ പെൺകുട്ടിയെ ദഹിപ്പിക്കാൻ പറയുന്നു. ദഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ഫ്യൂസ് പോകുന്നു. അത് ശരിയാക്കാൻ പോകുമ്പോൾ അയാൾ ഒരു സുഹൃത്തിനെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് തോന്നുന്നു, എന്തെങ്കിലും എന്ന് പറയുന്നു. അയാൾ പോലീസിനെ വിവരം അറിയിക്കുന്നു. ആ വിവരം സത്യയ്ക്ക് കിട്ടുന്നുണ്ട്. സത്യ ശ്യാമിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നു. ഈ സമയം രവി വേഗം ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട്. വേറെ വഴിയില്ലാതെ അയാൾ ബട്ടൺ ഓൺ ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞ് സത്യയും ശ്യാമും അങ്ങോട്ടേക്ക് വരുന്നു. അവർ വരുമ്പോഴേക്കും രവി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അവിടുത്തെ വെട്ടിയാൻ മൃതദേഹം ദഹിപ്പിച്ചിരുന്നു. ഇതെല്ലാം കണ്ട് മുത്തശ്ശൻ തളർന്ന് കരയുന്നു. ഇവിടെയാണ് സിനിമയുടെ ഇന്റർവെൽ. ഇപ്പോൾ ശ്യാം ആശുപത്രിയിൽ വിഷമിച്ചിരിക്കുകയാണ്. സത്യ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ശ്യാം, ഞാൻ ആ കാറ് കണ്ടു എന്ന് പറയുന്നു. അവർ വരുമ്പോൾ ആ കാർ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആ കാറിന്റെ നമ്പർ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ആ കാറിന്റെ വിവരങ്ങൾ എനിക്ക് എടുത്തു തരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. തീർച്ചയായും എന്ന് സത്യം സമ്മതിക്കുന്നു. ഇപ്പോൾ മൊട്ട രാജേന്ദ്രൻ രവിയെ പിടിച്ചു വച്ചിരിക്കുകയാണ്. രവി പണം തരാതെ കബളിപ്പിച്ചതുകൊണ്ട് അവനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു പ്രശ്നം വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മയക്കുമരുന്ന് നിറച്ച ട്രക്ക് ഒരു പോലീസുകാരൻ പിടികൂടി. അയാൾ 1 കിലോ മാത്രമേ കണക്കിൽ കാണിക്കുന്നുള്ളൂ. 9 കിലോ സ്വന്തമാക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും എന്ന് മൊട്ട രാജേന്ദ്രൻ സംസാരിക്കുമ്പോൾ രവി, ആ 9 കിലോ ഞാൻ എടുത്തുകൊണ്ടെന്ന് തരാം, എന്നെ വിടണം എന്ന് പറയുന്നു. ശരി, ഈ ജോലി അവനെ ഏൽപ്പിക്കാമെന്ന് അയാൾ തീരുമാനിക്കുന്നു. നമ്മുടെ ഹീറോ റാമിന് 20 ലക്ഷം രൂപ ശരിയാക്കാൻ കഴിയാത്തതിൽ വിഷമിച്ചിരിക്കുകയാണ്. പ്രിയ, പണം ശരിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ മറുപടി പറയാതെ വിഷമിച്ചിരിക്കുകയാണ്. സത്യ ശ്യാമിനെ കാണാൻ വരുന്നു. പത്മ എന്നൊരു സ്ത്രീക്ക് ഒരുപാട് കാറുകളുണ്ട്, അവരുടെയാണ് ആ കാർ എന്ന് പറയുന്നു. ശരി, ആ കാർ ആരൊക്കെയാണ് ഓടിച്ചിരുന്നത് എന്ന വിവരം എടുത്തു തരൂ എന്ന് ശ്യാം പറയുന്നു. സത്യയും ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. സത്യ ഒരു ജോലിക്കാരനായി ആ വീട്ടിൽ കയറുന്നു. കാറ് ക്ലീൻ ചെയ്യുന്ന ജോലിക്കാരനായിട്ടാണ് കയറുന്നത്. അവിടെയുള്ള രജിസ്റ്റർ പരിശോധിക്കുന്നു. ആ കാറ് 2 പേരാണ് ഓടിക്കുന്നത്, റാമും രവിയും. അന്ന് രവിയാണ് ഓടിച്ചതെന്ന് നമുക്കറിയാം, പക്ഷെ അവർക്കത് അറിയില്ലല്ലോ. സത്യ ഈ വിവരങ്ങൾ ശ്യാമിനോട് പറയുന്നു. 2 പേരും ചെറുപ്പം മുതലേ സുഹൃത്തുക്കളാണെന്നും പറയുന്നുണ്ട്. ഇനി ഇവരിൽ ആരാണത് ചെയ്തതെന്ന് കണ്ടുപിടിക്കണമെന്ന് ശ്യാം തീരുമാനിക്കുന്നു. ശ്യാം റാമിന്റെ അമ്മയെ കാണാൻ വരുന്നുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. നിങ്ങളുടെ മകനും ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. ഇതിന്റെ മകളുടെ ഫോട്ടോയാണ്. ഈ ഫോട്ടോ കാണിച്ച് നിങ്ങൾ ചോദിക്കണം. അവന്റെ പ്രതികരണം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുന്നു. അമ്മയും ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. റാമും രവിയും ചേർന്ന് ആ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ട്രക്ക് തട്ടിയെടുക്കാൻ പദ്ധതിയിടുന്നു. അയാൾ പുറത്തു പോകുന്ന സമയം നോക്കി അവർ ട്രക്ക് എടുക്കുന്നു. റാം വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ, ഈ പെൺകുട്ടിയെ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ച് ഫോട്ടോ കാണിക്കുന്നു. അവൻ അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഞാൻ നിന്റെ അമ്മയാണ്, നീ കള്ളം പറയുകയാണോ അല്ലോ എന്ന് എനിക്കറിയാം. ഈ കുട്ടിയെ നിനക്കറിയാം, എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നോട് പറ എന്ന് അമ്മ ചോദിക്കുന്നു. സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ, ഇതാണ് നടന്നത് എന്ന് പറഞ്ഞ് അവൻ നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. പണം എങ്ങനെ ശരിയാക്കുമെന്ന് അറിയാതിരിക്കുമ്പോൾ രവി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു. അത് നിധിയായിരുന്നു. നിധി ഒരു ടാക്സിയിൽ കയറിയല്ലോ, അത് റാമിന്റെ ടാക്സി ആയിരുന്നു. രവി അവളെ ഒരിടത്ത് പൂട്ടിയിട്ടു. എന്തിനാണ് ആ ചെറിയ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊന്നും വേണ്ട എന്ന് റാം പറഞ്ഞു. നായയുടെ പ്ലാൻ വിജയിച്ചാൽ നമുക്ക് ഈ കുട്ടിയെ വിടാം, അതുവരെ ഇവിടെ ഇരിക്കട്ടെ എന്ന് രവി പറഞ്ഞു. അതൊന്നും പറ്റില്ല, ഇവളെ വിടണമെന്ന് റാം നിർബന്ധിച്ചു. അപ്പോൾ റാമിന് തലയിറക്കം വന്നു. നീ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിനക്ക് മയക്കുമരുന്ന് കലർത്തി തന്നത്. കുറച്ചു നേരം വിശ്രമിക്ക്, എല്ലാം ശരിയാവുമെന്ന് രവി പറഞ്ഞു. ആ പെൺകുട്ടി ഒച്ച വെച്ചപ്പോൾ രവി അങ്ങോട്ടേക്ക് പോയി. അവൾ അവനെ തള്ളി മാറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവളെ പിടിക്കുന്നതിനിടയിൽ അവളുടെ വസ്ത്രം കീറി. അവൻ അവളെ മോശം കണ്ണുകളോടെ നോക്കി. അവളോട് മോശമായി പെരുമാറി. അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒരു കമ്പി വെച്ച് അടിച്ചു. അത് അവളുടെ തലയിൽ കൊണ്ട് അവൾ അവിടെ തന്നെ മരിച്ചു. ഈ സമയത്താണ് റാം മയക്കത്തിൽ നിന്ന് ഉണരുന്നത്. അവൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവൾ മരിച്ചു കിടക്കാണ്. എന്താണ് നീ ചെയ്തത് എന്ന് റാം ചോദിച്ചു. അറിയാതെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് രവി കരഞ്ഞു. 2 പേരും ചേർന്ന് മൃതദേഹം മറവ് ചെയ്യാൻ തീരുമാനിച്ചു. 2 പേരും ചേർന്നാണ് കാറിൽ മൃതദേഹം വെക്കുന്നത്. രവി തനിച്ചാണ് അത് സംസ്കരിക്കാൻ പോയത്. പിന്നീട് ഒരു പോലീസുകാരന്റെ കയ്യിലുള്ള 9 കിലോ മയക്കുമരുന്ന് തട്ടിയെടുക്കാമെന്ന് രവി റാമിനോട് പറഞ്ഞു. പക്ഷേ റാം സമ്മതിച്ചില്ല. അപ്പോൾ രവി ഒരു വീഡിയോ കാണിച്ചു. അവർ മൃതദേഹം കാറിൽ വെക്കുന്നത് രവി രഹസ്യമായി വീഡിയോ എടുത്തിരുന്നു. അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം, അതിലൂടെ നമുക്ക് 2 പേർക്ക് രക്ഷപ്പെടാം എന്ന് പറയുന്നു. വേറെ വഴിയില്ലാതെയാണ് താൻ ആ പ്ലാനിൽ സമ്മതിച്ചതെന്ന് റാം അമ്മയോട് പറയുന്നു. റാമിന്റെ അമ്മ ശ്യാമിനെ കണ്ട് ആ വീഡിയോ കാണിക്കുന്നു. എന്റെ മകന്റെ മേൽ ഒരു തെറ്റുമില്ല, അവന്റെ സുഹൃത്താണ് എല്ലാം ചെയ്തത് എന്ന് പറയുന്നു. അവർ പോലീസുകാരൻ പോയ ഉടനെ വീട്ടിൽ കയറി ട്രക്ക് മോഷ്ടിക്കുന്നു. പോലീസുകാരനെ കൊടുക്കാനായി ഒരു പാക്കറ്റ് അവിടെ ഉപേക്ഷിക്കുന്നു. ആ പോലീസുകാരൻ കുടുങ്ങുന്നുണ്ട്. എന്നെ ചതിക്കാൻ നോക്കിയതല്ലേ, ഇപ്പോൾ കുടുങ്ങിയില്ലേ എന്ന് മൊട്ട രാജേന്ദ്രൻ സന്തോഷിക്കുന്നു. ബാക്കി 8 കിലോ അവർക്ക് കിട്ടുന്നുണ്ട്. മൊട്ട രാജേന്ദ്രൻ അവർക്ക് 50 ലക്ഷം രൂപ കൊടുക്കുന്നു. ഒരു കുളത്തിൽ മൃതദേഹം കിടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പോലീസ് വന്ന് നോക്കുമ്പോൾ അത് രവിയുടെ മൃതദേഹമാണ്. വെടിയേറ്റിട്ടാണ് മരിച്ചിരിക്കുന്നത്. ആരാണ് അവനെ കൊന്നതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ വാർത്ത ഹീറോയുടെ കുടുംബം കാണുന്നു. ആരാണ് കൊന്നതെന്ന് ഹീറോയിൻ ചിന്തിക്കുന്നുണ്ട്. രവി മരിച്ചതറിഞ്ഞ് അമ്മായി ഒരുപാട് വിഷമിക്കുന്നു. എന്റെ മരുമകനെ കൊന്നത് ആരായാലും ഞാൻ വെറുതെ വിടില്ല എന്ന് അവർ പറയുന്നു. പെട്ടെന്ന് കുറച്ചു പേർ വന്ന് റാമിനെ അടിക്കുന്നു. അത് മൊട്ട രാജേന്ദ്രന്റെ ആളുകളാണെന്ന് മനസ്സിലാവുന്നു. നീ തന്നത് ഒറിജിനൽ മയക്കുമരുന്നല്ല, നീ എന്നെ ചതിച്ചു.
എനിക്ക് ഒറിജിനൽ സാധനം വേണം എന്ന് മൊട്ട രാജേന്ദ്രൻ ദേഷ്യപ്പെടുന്നു. റാം ഞെട്ടുകയാണ്. ഞാൻ ഒറിജിനൽ തന്നെ തരാം, എന്നെ വിട് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അവനൊരു ചായക്കടയിൽ ഇരിക്കുമ്പോൾ സത്യ അവന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് സാധനം മാറിയതെന്ന് ചിന്തിക്കുകയാണോ? ഞാൻ പറയാമെന്ന് പറഞ്ഞ് സത്യ നടന്ന കാര്യങ്ങൾ പറയുന്നു. രവിയുടെ കയ്യിൽ ട്രക്ക് കിട്ടിയപ്പോൾ അവൻ കാറുമായി പോവുമായിരുന്നു. വഴിയിൽ വെച്ച് റാമിന്റെ അമ്മയെ കണ്ടു. അവർ ലിഫ്റ്റ് ചോദിച്ചു കയറി. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി വരാൻ പറഞ്ഞ് അവർ രവിയെ പുറത്തേക്ക് അയച്ചു. ആ സമയത്ത് അവർ ബാഗുകൾ തമ്മിൽ മാറ്റി. ഇതെല്ലാം നിന്റെ അമ്മയുടെ സഹായത്തോടെയാണ് ചെയ്തത് എന്ന് സത്യ പറയുന്നു. ഇവിടെയാണ് ഒരു കാര്യം വെളിപ്പെടുന്നത്. അന്ന് റാം പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. യഥാർത്ഥത്തിൽ റാം ആണ് ആദ്യം ഉണർന്നത്. രവി ഉറങ്ങുകയായിരുന്നു. റാം ആ പെൺകുട്ടിയെ കാണാൻ പോയി. അവൾ അവനെ അടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൻ അവളെ പിടിച്ച് വസ്ത്രം കീറിയപ്പോൾ അവളോട് മോശമായി പെരുമാറി. അവളെ കൊന്നതും അവൻ തന്നെയാണ്. രവി ഉണർന്നപ്പോൾ മൃതദേഹം കണ്ടു. അവർ ഒരുമിച്ച് മൃതദേഹം കാറിൽ വെക്കുമ്പോൾ രവി വീഡിയോ എടുത്തു. ആ വീഡിയോ വെച്ചാണ് രവി റാമിനെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. മൊട്ട രാജേന്ദ്രൻ പണം കൊടുത്തപ്പോൾ മുഴുവൻ പണവും റാമിനാണ് കൊടുത്തത്. ഇനി മുതൽ റാം എൻ്റെ ആളാണ്, നീ എൻ്റെ ആളല്ല. റാം എന്നോട് ഒരു സഹായം ചോദിച്ചിട്ടുണ്ട്, നിന്നെ തീർക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് റാം മൊട്ട രാജേന്ദ്രനെ ഉപയോഗിച്ച് രവിയെ കൊന്നത്. ഇതെല്ലാം റാമാണ് ചെയ്തതെന്ന് സത്യയ്ക്ക് എങ്ങനെ മനസ്സിലായി എന്നോർത്ത് റാം ഞെട്ടുന്നു. അവനൊരു ഓട്ടോ പിടിച്ച് അവിടെ നിന്ന് പോവാണ്. പ്രിയയുടെ തെറാപ്പിസ്റ്റ് ശ്യാമാണ്. ശ്യാമ അവളോട് പറയുന്നുണ്ട്, എൻ്റെ പേരക്കുട്ടിയോട് മോശമായി പെരുമാറിയത് റാമാണ്. നീ അവനെ എന്ത് ചെയ്യാൻ പോകുന്നു? നിന്റെ ഭയം നീ ഇല്ലാതാക്കണമെങ്കിൽ അവനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് തന്റെ തോക്ക് അവൾക്ക് കൊടുക്കുന്നു. റാം അങ്ങനെ ചെയ്യില്ലെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ റാം പണവുമായി അങ്ങോട്ടേക്ക് വരുന്നു. പ്രിയ അവനോട് ചോദിക്കുന്നുണ്ട്. ശ്യാം അവിടെ നിന്ന് പോകുന്നു. റാം താനാണത് ചെയ്തതെന്ന് സമ്മതിക്കുന്നു. പ്രിയക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ തോക്കെടുത്ത് അവനെ വെടിവെക്കുന്നു. ആദ്യത്തെ വെടി തോളിലാണ് കൊള്ളുന്നത്. ഞാൻ അറിയാതെ ചെയ്താണ്, എന്നെ വിടൂ എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വെടിവെച്ച് കൊല്ലുന്നു. എന്തിനാണ് സാർ ആ പെൺകുട്ടിയെ കൊണ്ട് വെടിവെപ്പിച്ചത് എന്ന് സത്യ ശ്യാമിനോട് ചോദിക്കുന്നു. അവളുടെ ഡിപ്രഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് ഞാനത് ചെയ്തത്. വിഷമിക്കേണ്ട, കുറ്റം അവളുടെ മേൽ വരില്ല, മറ്റൊരാൾ അത് ഏറ്റെടുക്കും എന്ന് ശ്യാം പറയുന്നു. അവൾ വെടിവെച്ച് കൊന്നതിന് ശേഷം പത്മയും ആളുകളും അങ്ങോട്ടേക്ക് വരുന്നു. നിന്റെ സഹോദരന്റെ മകനെ കൊന്നത് ഇവനാണ് എന്ന് ശ്യാം പത്മയോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവർ വന്നത്. ഈ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കേണ്ട, മറ്റാരെങ്കിലും കുറ്റം ഏറ്റെടുക്കുക എന്ന് പത്മ തന്റെ ആളുകളോട് പറയുന്നു. എല്ലാം ശരി, പക്ഷെ റാം ആണ് ഇത് ചെയ്തതെന്ന് ശ്യാമിന് എങ്ങനെ മനസ്സിലായി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴാണ് അവസാനത്തെ ട്വിസ്റ്റ് വെളിപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മരിച്ചിരുന്നില്ല, അവൾ ജീവനോടെയുണ്ട്. ആ ശ്മശാനത്തിലെ ജോലിക്കാരൻ അവളെ രക്ഷിക്കുന്നു. രവി ശ്രദ്ധിക്കാത്ത സമയത്ത് അയാൾ ഒരു അനാഥ മൃതദേഹം എടുത്ത് വെക്കുകയും ഈ പെൺകുട്ടിയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റുകയും ചെയ്തു. അതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. പേരക്കുട്ടി മരിച്ചുപോയെന്ന് കരുതിയാണ് ശ്യാം ആദ്യം കരഞ്ഞത്. പിന്നീടാണ് ജോലിക്കാരൻ അവൾ ജീവനോടെ ഉണ്ടെന്ന കാര്യം പറഞ്ഞത്. ആശുപത്രിയിൽ അവൻ വിഷമിച്ചിരുന്നത് അവൾ മരിച്ചതുകൊണ്ടായിരുന്നില്ല, അവൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്തായിരുന്നു. കുറ്റവാളികളോട് പ്രതികാരം ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആ വീഡിയോ കണ്ടപ്പോൾ നിധി തന്നെ ഉപദ്രവിച്ചത് റാം ആണെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. സിനിമയുടെ അവസാനം പത്മയും സംഘവും മൊട്ട രാജേന്ദ്രന്റെ സംഘത്തിലുള്ള എല്ലാവരെയും ഒന്നൊന്നായി കൊല്ലുന്നു. ഇതോടെ സിനിമയുടെ കഥ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കിടയിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.